പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്ത് നമ്മളെ ഗ്യാസാണ് തീർന്നു കേട്ടോ. അപ്പം തന്നെ നമ്മളെ കെറ്റിൽ തലേ ദിവസം തന്നെ കെറ്റിൽ നാശമായിരുന്നു, നമുക്ക് വെള്ളം തിളപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ മുഴുവൻ എന്താ പറയുക, ട്രാപ്പായി എന്ന് പറയാം കേട്ടോ. പെട്ടെന്ന് തീപ്പെട്ടി കഴിഞ്ഞപ്പോൾ തീപ്പെട്ടി കുട്ടികളൊക്കെ എടുത്തിട്ടൊക്കെ ലെവലാക്കും ചെയ്താണ്. അപ്പോൾ നോക്കുമ്പോൾ അടുപ്പ് എത്തിക്കാനും ഒരു നിവൃത്തിയില്ല, ഗ്യാസും കഴിഞ്ഞിരിക്കുക, കറണ്ട് അടുപ്പും ഇല്ല, കെറ്റിലും നാശമാക്കുക, ഒക്കെ കൂടി ഒരു കഥയായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ എന്താക്കി, കുട്ടികൾക്ക് ബന്നും പാലൊക്കെ കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് അവരെ മദ്രസയിൽ വിട്ടു. പിന്നെ അവരോട് കടയിൽ നിന്ന് ചായ കുടിക്കാൻ പറഞ്ഞൊരു പൈസയും കൊടുത്തിട്ടൊക്കെ പറഞ്ഞു വെച്ചിരുന്നു കേട്ടോ. പിന്നെ ഞാൻ അവർക്ക് ചില്ലറ പൈസ കൊടുത്തിട്ട് തീപ്പെട്ടി കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അവർ തീപ്പെട്ടി കൊണ്ടുവന്ന് പിന്നെ ഒരു 10 മണിയായപ്പോഴാട്ടോ നമ്മളിത് അടുപ്പൊക്കെ കത്തിച്ച് കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ പിന്നെ അപ്പമാണ് കേട്ടോ. ഞാൻ വേഗം തലേന്ന് അരിയൊക്കെ വെള്ളത്തിലിട്ടിരുന്നു, പിന്നെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ അരച്ച് അപ്പവും ചട്ടിനിയൊക്കെ ഉണ്ടാക്കി അവരെ അവർക്ക് കൊടുത്തതിന് ശേഷം ചോറും കറിയൊക്കെ ആക്കി കേട്ടോ. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് ചോറൊക്കെ തിന്ന് ആ ഒരു സംഭവങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല, കാരണം ചടപടേന്നുള്ള പണികളായതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനൊന്നും ടൈം കിട്ടിയില്ല കേട്ടോ. കാരണം നമ്മൾ എല്ലാം തുടങ്ങുന്നത് തന്നെ 10-10:30 ആയപ്പോഴാണ്, കുട്ടികൾ വന്ന ആ ടൈമിലാണ് നമ്മൾ ഓരോന്ന് തുടങ്ങുന്നത്. അപ്പോൾ അതിനൊന്നും സമയം കിട്ടിയില്ല കേട്ടോ. പിന്നെ എല്ലാം നമുക്ക് ഈ ഒരു അടുപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടും വേണം. അപ്പോൾ ഒന്ന് കഴിഞ്ഞിട്ട് വേണം, ഈ ഒരു അടുപ്പ് തന്നെ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടേ അടുത്തൊരു സംഭവം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ചൂട്ടടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒറ്റ അടുപ്പല്ലേ ഉള്ളൂ, അങ്ങനെ കേട്ടോ. അതുകൊണ്ട് നമുക്ക് അന്നത്തെ പകുതി മുക്കാൽ വീഡിയോസും എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ചോറ് തെറ്റൊക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം നമുക്ക് നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എണ്ണക്കടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോൾ നമുക്ക് വാഴയ്ക്കയും അതേപോലെ ബജ്ജി മാവൊക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്നാൽ ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ബജ്ജി ഉണ്ടാക്കുന്നതാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ രാത്രി ആയപ്പോൾ കുറച്ചുകൂടി ചോറ് വെക്കേണ്ട ആവശ്യം ഇല്ലല്ലോ. അപ്പോൾ പിന്നെ കറി മീൻ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ പുഴമീനാണ് കിട്ടിയിരുന്നത്. അപ്പോൾ അത് ഒന്ന് കറി ഉണ്ടാക്കി വറ്റിച്ചെടുത്തു കേട്ടോ. കറി എന്ന് പറയാൻ പറ്റില്ല, ഒന്ന് വറ്റി നന്നായിട്ട് അടുപ്പത്തിൽ നിന്ന് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം നല്ല നെയ്യുള്ള മീനാണ് കേട്ടോ കിട്ടിയത്. ഇത് ഒരു ചുവപ്പ് കളറൊക്കെ കലർന്ന ഒരു മീനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പൊരിക്കുകയാണെങ്കിൽ തന്നെ ഇതിന് കുറച്ച് എണ്ണ മതി കേട്ടോ, കാരണം നന്നായിട്ട് നെയ്യുണ്ട് ഇതിൽ. നമ്മൾ പൊരിക്കുന്ന സമയത്ത് ഇതിന്ന് നന്നായിട്ട് നെയ്യ് ഇങ്ങനെ ഉരുകി വരും കേട്ടോ. അപ്പോൾ എണ്ണ നന്നായി കുറച്ച് മതി പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ആ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് പൊരിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു ടേസ്റ്റാണ്. അതിനൊരു ചെറിയൊരു ചുവയുണ്ട് കേട്ടോ, ആ ഒരു മീനിൻ്റേതായിട്ടുള്ളൊരു ചുവയുണ്ട്. അപ്പോൾ അതും പിന്നെ അത് ഈ നെയ്യും ഒക്കെ കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ മീൻ ഇങ്ങനെ വാങ്ങിപ്പിക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ മീൻകറീൻ്റെ റെസിപ്പി ഞാൻ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും വെക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാൻ മീൻ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ആരൊക്കെയും വേണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് ഞാൻ മീൻകറി വെക്കുന്ന ആ റെസിപ്പിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അത് ആ ചാനലിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം കേട്ടോ. പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടെന്ന് തോന്നി. അപ്പോൾ നമുക്ക് കല്ലുപ്പായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അങ്ങനെ ശ്രദ്ധിച്ചാണ് കേട്ടോ ഇടാറ്. അപ്പോൾ കല്ലുപ്പായതുകൊണ്ട് പിന്നെയും ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഉപ്പ് കുറവാണെന്ന് തോന്നിയപ്പോൾ. പിന്നെ ഇതാ നന്നായിട്ട് മീനൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നല്ല ഇരുടായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉള്ളിലാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇരുടായാൽ പിന്നെ നമുക്ക് പുറത്തിറങ്ങാൻ പേടിയാണ്, കാരണം ആനയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ. ഈ ഒരു ടൈമിലൊക്കെ ആന ഇറങ്ങുന്ന ടൈമാണ് കേട്ടോ. നമ്മളെ ഈ പുറകു വശത്തൊക്കെ എപ്പോഴും ഇടയ്ക്കൊക്കെ നമ്മൾ ആനനെ കാണാറുള്ളത് കൊണ്ട് തന്നെ നമ്മൾ വേഗം കറിയൊക്കെ ഉണ്ടാക്കി ഉള്ളിലേക്ക് വേഗം കയറാനുള്ള പരിപാടിയാണ്. ഇനി നമ്മൾ മീൻ കറി ആയതിനു ശേഷം നമ്മൾ പപ്പടം പൊരിക്കുകയും അതേമാതിരി ചോറൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എല്ലാവർക്കും നല്ല ചൂടുള്ള ചോറ് വേണം. അപ്പോൾ അതൊക്കെ ഉണ്ട്.